നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എനിക്ക് അവർക്ക് വേണ്ടി പാടിക്കൊടുത്തേ പറ്റൂ. റെയിൽ പാളത്തിൽ കൊണ്ടുചെന്ന് തല വച്ചിട്ട് എനിക്കിവിടെ കിടന്നേ പറ്റൂവെന്ന് പറയുന്നതിന് തുല്യമാണ് ശ്യാമയുടെ വാക്കുകൾ. ആ സ്ത്രീകള് മനുഷ്യരാണോ? അവര് ശ്യാമയോട് ചെയ്യുന്ന ക്രൂരത ഈ ലോകത്ത് വലുത് നടക്കുന്നതാണോ? അവര് മനുഷ്യപ്പറ്റുള്ളവരല്ല. അത് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് എനിക്ക്. എന്റെ അഖിൽ സാറിനെ ഇവരെ തട്ടിയെടുക്കാൻ അവര് രണ്ടുപേരും കൂടി ശ്രമിച്ചതാ. അതുകൊണ്ട് അതെങ്ങനെ? കേൾക്കട്ടെ. ഓഹോ, അത് ശരി. അതിനിടയ്ക്ക് അവരെന്നെ തേച്ചൊട്ടിക്കാനും ശ്രമിച്ചുവല്ലേ? ശ്യാമേ, ഇനി ശ്യാമ അവർക്ക് വേണ്ടി പാടരുത്. ശ്യാമയുടെ കഴിവ് ലോകം മുഴുവനും അറിയണം. വിവേക്, ഞാൻ വിസ്മയ്ക്ക് വേണ്ടി ഇങ്ങനെ പാടിക്കൊടുക്കുന്ന കാര്യം അഖിൽ സാറിനോ സാറിന്റെ വീട്ടുകാർക്കോ അറിയില്ല. ദയവായി ദയവായി അഖിൽ സാർ ഇക്കാര്യം അറിയരുത്. വിവേക് പറയരുത്. അവൻ അറിഞ്ഞില്ലേ പറ്റൂ. ശ്യാമയ്ക്ക് ഈ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടണ്ടേ? ഞാൻ അഖിൽ സാറിനോട് ഒരേ ഒരു കള്ളം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് ഇക്കാര്യം മാത്രോ? ഈ വിവരം സാർ അറിഞ്ഞ ഞാൻ കള്ളം പറഞ്ഞതിന്റെ പേരിൽ അഖിൽ സാർ എന്നെ വെറുക്കും. ചിലപ്പോ ഉപേക്ഷിക്കുകയും ചെയ്യും. അഖിൽ ദുഷ്ടനൊന്നുമല്ല. കാര്യം അറിയുമ്പോ അവൻ ശ്യാമയെ കൂടുതൽ സ്നേഹിക്കും. എന്നാലും അഖിൽ സാർ ഇതൊരിക്കലും അറിയരുത്. വിവേക് പറയോ? ഇല്ല, ഞാനായിട്ട് പറയുന്നില്ല. പക്ഷേ ശ്യാമ ഇത് അഖിലിനോട് തുറന്നു പറഞ്ഞേ പറ്റൂ. ഒരവസരം വരുമ്പോ ഞാനത് പറഞ്ഞോളാം. ശരി, ഞാൻ ആരോടും പറയുന്നില്ല. പക്ഷേ ഒരു പാട്ടുകാരൻ എന്ന നിലയ്ക്ക്, ഒരു സംഗീതജ്ഞൻ എന്ന നിലയ്ക്ക് എനിക്ക് നല്ല സങ്കടമുണ്ട്. ശ്യാമ സാധാരണ ഒരു പാട്ടുകാരിയൊന്നും അല്ല. അപാരമായ സംഗീത ബോധമുള്ള, വിവരിക്കാനാവാത്ത സർഗസിദ്ധിയുള്ള ഒരു ഗായികയാണ്. ഇത്രയും വലിയ കഴിവുകളൊന്നും ദൈവം ആർക്കും കൊടുക്കാറില്ല. സാക്ഷാൽ സരസ്വതി ദേവിയുടെ അനുഗ്രഹമാണിത്. അത് പാട്ടുമായി പുലബന്ധം പോലും ഇല്ലാത്തൊരു പെണ്ണിന് വേണ്ടി നശിപ്പിക്കരുത്. സംഗീത ദേവതയെ ഇങ്ങനെ അപമാനിക്കരുത്. എന്തായാലും ശ്യാമവാ, ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം. വേണ്ട, ഞാൻ പൊയ്ക്കോളാം. ഇവിടുന്ന് ഓട്ടോ വിളിച്ച് പൊയ്ക്കോളാം. ഏതായാലും ശ്യാമ സമാധാനമായിട്ട് പൊയ്ക്കോളൂ. ഒന്നും പേടിക്കണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.